വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവൻ്റെ ജനിതകം, ബയോളജിയുടെ ചാപ്റ്റർ 1 ജീവൻ്റെ ജനിതകം, അതിൻ്റെ പാർട്ട് 2 ആണിത്. നമ്മൾ പാർട്ട് 1 ജീൻ വരെ നോക്കി. RNA മുതൽ ഈ ചാപ്റ്ററിൽ നോക്കാം. അപ്പം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കി വെച്ചിരുന്നത് ജീനാണ്. അപ്പം എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ് ഒക്കെ കണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ് DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഓരോ റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ് RNAയിലെ നൈട്രജൻ ബേസുകൾ. മിക്ക RNAയ്ക്കും ഒരിഴയാണുള്ളത്. RNAയുടെ ഘടന അപ്പം DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. RNA ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു റൈബോസ് പഞ്ചസാര, റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്. RNAയിലെ നൈട്രജൻ ബേസ് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറോസിൻ എന്നിവയാണ്. ഈ കൊടുത്തിരിക്കുന്നത് RNAയുടെ ഘടനയാണ്. ഇതിലടുത്തായിട്ട് ചോദിക്കുന്നത് RNAയുടെ ഘടന മനസ്സിലാക്കിയല്ലോ, ഇതിനെ DNAയുടെ ഘടനയുമായി താരതമ്യം ചെയ്ത് 1.2 പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ DNAയിലെ ഇഴകളുടെ എണ്ണം 2ആണ്, RNAയിൽ 1ആണ്. പഞ്ചസാര തന്മാത്രയുടെ തരം DNAയിൽ ഡീഓക്സി റൈബോസ്, RNAയിൽ റൈബോസ്. DNAയിലുള്ള നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. RNAയിലുള്ള നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എക്സ്ട്രാ പോയിന്റ് ആണ്, എന്നാൽ ആവശ്യമുള്ളതാണ്. ചില സ്ഥലത്ത് ഇരട്ട ഇഴകളുള്ള RNA കാണാറുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA കാണാറുണ്ട്. സാധാരണയായി RNA ഒറ്റ ഇഴയായിട്ടാണ് കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരട്ട ഇഴകളുള്ള dsRNA രൂപപ്പെടുന്നുണ്ട്. കോശത്തിനുള്ളിലെ ചില RNAകൾ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് മൂലം ഹെയർപിൻ പോലുള്ള ചെറിയ ഇരട്ട ഇഴ ഘടനകൾ ഉണ്ടാകും. കോശത്തിനുള്ളിലെ ചില RNAകൾ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് മൂലം ഹെയർപിൻ പോലുള്ള ചെറിയ ഇരട്ട ഇഴ ഘടനകൾ ഉണ്ടാകും. ജീവികളിൽ RNA ഇന്റർഫെറൻസ് പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ dsRNA മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ചില വൈറസുകളുടെ റെനോവൈറൈഡ് കുടുംബം ജനിതക വസ്തു പൂർണ്ണമായും ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ചില വൈറസുകളുടെ ജനിതക വസ്തു പൂർണ്ണമായും ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് റിനോവിറൈഡേ കുടുംബം. റൈബോസും ഡീഓക്സി റൈബോസും. RNAയിലെ പഞ്ചസാര റൈബോസ് ആണ്. ഇതൊരു പെൻറോസ് 5 കാർബൺ പഞ്ചസാരയാണ്. ഇതിൻ്റെ രാസസൂത്രം C5H10O5 ആണ്. DNAയിലെ പഞ്ചസാരയായ ഡീഓക്സി റൈബോസും ഒരു പെൻറ്റോസ് ആണ്. ഒരു പെൻറ്റോസ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ അടങ്ങുന്നത്. എന്നാൽ ഇതിൽ റൈബോസിൽ നിന്നും വ്യത്യസ്തമായി ഹൈഡ്രോക്സി ഗ്രൂപ്പുകളിൽ ഒരെണ്ണത്തിൽ ഒരു ഓക്സിജൻ കുറവാണ്. അതാണ് വ്യത്യാസം. ഇതിൻ്റെ രാസസൂത്രം C5H10O4. അപ്പം മിക്ക RNA ഒരു ഇഴകളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഇഴ തന്നെ പലപ്പോഴും വിവിധ രീതിയിൽ മടങ്ങി ത്രിമാന ഘടനകൾ രൂപപ്പെടുന്നു ഉണ്ട്. അപ്പോൾ റൈബോസ് ഒരു 5
5 കാർബൺ പഞ്ചസാരയാണ്. DNA-യിൽ കാണപ്പെടുന്ന ഡിയോക്സി റൈബോസ് പഞ്ചസാരയിൽ നിന്നും വ്യത്യസ്തമായി റൈബോസ് പഞ്ചസാരയിലെ രണ്ടാമത്തെ കാർബണിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് ഉള്ളതെന്നാണ് റൈബോസും ഡിയോക്സി റൈബോസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം DNA-യിൽ തൈമിൻ എന്ന നൈട്രജൻ ബേസിന് പകരം യുറാസിൻ എന്ന നൈട്രജൻ ബേസാണ് RNA-യിൽ ഉള്ളത്. അതാണ് DNA-യിലെ RNA-യിലും നൈട്രജൻ ബേസ് തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് പ്രോട്ടീൻ നിർമ്മാണം. പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെയാണ് ഈ പിക്ചർ കൊടുത്തേക്കുന്നത്. ഇതൊന്ന് നിരീക്ഷിച്ചേ. ജീനുകളുടെ പ്രവർത്തന ഫലമാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയല്ലോ. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ സംബന്ധിച്ച് ചിത്രീകരണം 1.7 വിവരണം എന്നിവ സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ആദ്യത്തേത് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ രൂപപ്പെടുന്നു. mRNA രൂപപ്പെടുന്നു. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്ന പ്രക്രിയയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്ലേഷൻ. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA-യിലെ സന്ദേശമനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളിലെ റൈബോസോമിൽ എത്തിക്കുക എന്നതാണ് tRNA, ട്രാൻസ്ഫർ RNA, tRNA ചെയ്യുന്നത്. റൈബോസോമിൻ്റെ റൈബോസോമിൻ്റെ ഭാഗമായ rRNA റൈബോസോമൽ RNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു. അപ്പോൾ റൈബോസോമിൻ്റെ ഭാഗമായ rRNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്ന പ്രക്രിയയാണ്. പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നത് mRNA-യിലാണ്. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA-യിലെ സന്ദേശം അനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുകയാണ് tRNA ചെയ്യുന്നത്. ഡൈമോസോമിൻ്റെ ഭാഗമായ rRNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ലേഷൻ. ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ, ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് അത് വിശദമായിട്ട് അതിൻ്റെ ഇത് പറഞ്ഞു പോകാം. റൈബോസോം, ഇത് നോട്ടിലുള്ളതല്ല കേട്ടോ, അല്ല ടെക്സ്റ്റിൽ നിന്ന് ഉള്ളതാണ്. അതിൻ്റെ ഞാൻ എൻ്റേതായ നോട്ടാണ്. ഇവ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ്. ഇവ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. റൈബോസോമിൻ്റെ പ്രധാന ഘടകം റൈബോസോമൽ rRNA. റൈബോസോം ഇവ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ്. ഇവ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. പ്രധാന ഘടകം റൈബോസോമൽ rRNA. പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ. DNA-യിൽ നിന്നും RNA രൂപപ്പെടുന്നു. mRNA റൈബോസോമിലെത്തുന്നു. tRNA വിവിധ തരം അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. mRNA-യിലെ സന്ദേശങ്ങൾക്കനുസരിച്ച് അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. അടുത്തത് ഈ ഗ്രാഫ് പൂരിപ്പിക്കാനായിരുന്നു പറഞ്ഞത്. ഇതിൽ rRNA റൈബോസോമൽ RNA-യുടെയാണ് ഉള്ളത്, ബാക്കി എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പം mRNA മെസഞ്ചർ RNA DNA-യിലെ നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്നും രൂപപ്പെടുന്ന mRNA പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്നും രൂപപ്പെടുന്ന mRNA പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. mRNA-യുടെ പ്രധാന ധർമ്മം കോശത്തിൻ്റെ ന്യൂക്ലിയസിൽ സംഭരിച്ചിരിക്കുന്ന ജനിതക വിവരങ്ങൾ റൈബോസോമുകളിൽ എത്തിക്കുക എന്നത്. tRNA ട്രാൻസ്ഫർ RNA
mRNAയിലെ കോഡോണുകളെ തിരിച്ചറിയുകയും അനുയോജ്യമായ അമിനോ ആസിഡുകളെ വഹിച്ച് റൈബോസോമിൽ എത്തിക്കുന്നു. ഇതിനായി tRNAയുടെ ഒരു അറ്റത്ത് ആന്റി കോഡോൺ എന്ന ഭാഗവും മറുവശത്ത് നിർദ്ദിഷ്ട അമിനോ ആസിഡുകളെ ബന്ധിപ്പിക്കുന്ന ഭാഗവും ഉണ്ട്. അടുത്തത് rRNA, റൈബോസോമൽ RNA. റൈബോസോമുകളുടെ പ്രധാന ഘടകം. അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു. അടുത്തതാണ് സ്വഭാവത്തിലെ സാമ്യവ്യത്യാസങ്ങൾ. ഇതിനൊരു പിക്ചർ കൊടുത്തേക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണുന്നില്ലേ? ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളും സന്താനങ്ങളിൽ കാണപ്പെടുന്നില്ലേ? മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. ഹെറിഡിറ്റി. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി സന്താനങ്ങളിൽ പ്രകടമാക്കുന്ന സവിശേഷതകളാണ് വ്യതിയാനങ്ങൾ, വേരിയേഷൻസ്. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. ജീനുകളുടെ കണ്ടെത്തലിലേക്ക് ശാസ്ത്രത്തെ നയിച്ച ചരിത്ര വഴികൾ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നതാണ്. നൽകിയിരിക്കുന്ന വിവരണം വിശകലനം ചെയ്ത് കൂടുതൽ ധാരണ കൈവരിക്കൂ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ജീവികളുടെ സ്വഭാവ സവിശേഷതകളെ സ്വാധീനിക്കുന്നുണ്ട്, മനുഷ്യന്റെ മാത്രമല്ല. സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളിൽ നിന്നാണ് സന്താനങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങൾ പ്രകടമാണ്. മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിൽ സാമ്യവും വ്യത്യാസവുമുണ്ട്. മാതാപിതാക്കളുടെ ചില സവിശേഷതകൾ സന്താനങ്ങളിൽ കാണപ്പെടുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില സവിശേഷതകളും കാണപ്പെടുന്നു. മെന്റൽ മ്യൂസിയം ഓഫ് മാസരിക്കെ യൂണിവേഴ്സിറ്റി ഇൻ ബെർണ. അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് പൂന്തോട്ടത്തിലെ ജനിതകശാസ്ത്രം. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം, ജെനറ്റിക്സ്. ഗ്രിഗർ ജോഹാൻ മെൻഡൽ തോട്ടപ്പയർ ചെടികൾ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതകശാസ്ത്രം എന്ന ശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിൽ അദ്ദേഹത്തെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ഇതല്ലാതെ സെപ്പറേറ്റ് ഞാനൊരു നോട്ട് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ. 1822 ജനിച്ചു, 1884 അന്തരിച്ചു. അപ്പോൾ ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. തോട്ടപ്പയർ ചെടികൾ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളിലൂടെ ജനിതകശാസ്ത്രം എന്ന ശാഖയ്ക്ക് അടിത്തറ പാകിയത് ഗ്രിഗർ ജോഹാൻ മെൻഡലാണ്. ജനിതകശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ഗ്രിഗർ ജോഹാൻ മെൻഡലിനെയാണ്. 1856 മെൻഡൽ തന്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിന്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗീകരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഘടകങ്ങളെ അറിയപ്പെടുന്നത് ജീനുകൾ. ഗ്രിഗർ മെൻഡലിന്റെ നിഗമനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ നിയമങ്ങൾ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. 1865 മെൻഡൽ തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത് ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. അടുത്ത വർഷം സസ്യസങ്കരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിന്റെ കണ്ടെത്തലുകളെ അവഗണിച്ചു. ഗ്രിഗർ മെൻഡൽ അന്തരിച്ചത് 1884. 1900 അദ്ദേഹത്തിന്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം മെൻഡലിന്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവർ. ഇതോടെയാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിന്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടത്. വിവിധ ശാസ്ത്രകാരന്മാരുടെ അനവധി സംഭാവനകളിലെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതകശാസ്ത്രം വളർന്നിരിക്കുന്നു.
ഇനി ഇതിൽ പറയാത്ത ജനിതക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും എൻ്റെ കുറച്ച് നോട്ട്സ് ഉണ്ട്. ജനിതക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും. ഗ്രിഗർ മെൻഡലിൻ്റെ പ്രവർത്തനം 1865. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് കണക്കാക്കപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ, ജോഹിൻ മെൻഡൽ. അദ്ദേഹം തോട്ടപ്പയിർച്ചെടിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ രേഖപ്പെടുത്തി. അദ്ദേഹം മുന്നോട്ട് വച്ച നിയമങ്ങൾ പ്രകടന സ്വഭാവ നിയമം, ഡോമിനൻസ്; 2 വിവേചന നിയമം, സെഗ്രിഗേഷൻ; 3 ഇൻഡിപെൻഡൻസ് അസോർട്ട്മെന്റ്. ഇത് 3ആയിരുന്നു. ഇനി അടുത്തത് ജനിതക ശാസ്ത്രത്തിൻ്റെ പുനരുജ്ജീവനം 1900. സ്വതന്ത്രമായി മെൻഡലിൻ്റെ നിരീക്ഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞർ: ഹ്യൂഗോ ഡി വ്യൂസ്, കാൾ ഹോറൻസ്, എറിക് ബോൺ ഷെർമാക്ക്. ഇത് ജനിതക ശാസ്ത്രത്തിൻ്റെ ആധുനിക യുഗത്തിൻ്റെ തുടക്കമായി. ക്രോമസോം സിദ്ധാന്തം 1902, 1903. ക്രോമസോമുകൾ ജനിതക വിവരങ്ങൾ വഹിക്കുന്നു എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് വാൾട്ടർ സട്ടണും തിയോഡർ ബോവറിയുമാണ്. ഇത് മെൻഡലിൻ്റെ പാരമ്പര്യ നിയമങ്ങളെ ക്രോമസോമുകളുമായി ബന്ധിപ്പിച്ചു. ജനിതക ശാസ്ത്ര പേര് 1905. ജനിതക ശാസ്ത്രം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് വില്യം ബേറ്റ്സനാണ്. ജനിതക ശാസ്ത്രം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞ വാക്ക് ജീൻ മാപ്പിംഗ്. 1910-കളിൽ ഫ്രൂട്ട്സിൽ ലൈ ഉപയോഗിച്ച് ജീൻ മാപ്പിംഗ് നടത്തിയത് തോമസ് ഹണ്ട് മോർഗനാണ്. അദ്ദേഹം ജീനുകളിൽ എവിടെയാണ് ക്രോമസോം എന്ന് കണ്ടെത്തി. ഇത്രയാണ് പാർട്ട് 2. ഇനി ഉള്ളത് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളാണ് ഇനി കൊടുക്കാനുള്ളത്. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ് ഇനി അതാണ്, അവിടെ തൊട്ടാണ് ബാക്കി. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി എടുത്ത പോർഷൻസിൻ്റെ പോർഷൻസ് എടുത്തിട്ട് അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ബയോളജി ഇന്ന ചാപ്റ്ററിൻ്റെ ഇന്നതെന്നുള്ള ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.